ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ജൂൺ 4 ബുധനാഴ്ച തിരുസഭാ മാതാവ് വചന വിചിന്തനത്തിനായി നൽകുന്ന വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്തുകയും വിശ്വാസികൾക്കിടയിലെ ഐക്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള ആഴമായ ചിന്തയെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. വചനം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: ഐക്യത്തിനും സംരക്ഷണത്തിനും വേണ്ടിയുള്ള യേശുവിൻ്റെ പ്രാർത്ഥനയാണ്. യേശുനാഥൻ പ്രാർത്ഥിക്കുന്നു: പരിശുദ്ധനായ പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ. ദൈവജനത്തിനിടയിലെ ഐക്യത്തിൻ്റെ പ്രാധാന്യം യേശുവിൻ്റെ ഈ പ്രാർത്ഥനയിൽ ഊന്നിപ്പറയുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെ സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിൽക്കാൻ ജാഗരൂകരായിരിക്കുവിൻ. പ്രിയ സഹോദരങ്ങളെ, പിതാവും പുത്രനും തമ്മിലുള്ള അതേ ഐക്യം തൻ്റെ അനുയായികൾ ആയ നമ്മളെല്ലാവരും അനുഭവിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. ഈ ഐക്യം കേവലം യോജിപ്പിനെക്കുറിച്ചല്ല, മറിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തെയും ഉദ്ദേശത്തെയും പ്രതിഫലിപ്പിക്കുന്ന ആഴമേറിയതും ആത്മീയവുമായ ഒരു ബന്ധത്തെക്കുറിച്ചാണ്. പരസ്പരം സ്നേഹിച്ചും സേവിച്ചും സുവിശേഷം പ്രചരിപ്പിക്കുക എന്ന പൊതു ദൗത്യത്തിനായി പ്രവർത്തിക്കുവാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങളിൽ തൻ്റെ ശിഷ്യന്മാർ നേരിടാൻ പോകുന്ന വെല്ലുവിളികളെ യേശുനാഥൻ സൂചിപ്പിക്കുന്നു. അത് ഇപ്രകാരമാണ്: ഞാൻ അവരോടുകൂടി ആയിരുന്നപ്പോൾ അങ്ങ് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു, ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു. വിശുദ്ധ ലിഖിതം പൂർത്തിയാകാൻ വേണ്ടി നാശത്തിൻ്റെ പുത്രനല്ലാതെ അവരിൽ ആരും നഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടെ യേശുനാഥൻ തന്നെ ഒറ്റിക്കൊടുത്ത യൂദാസിൻ്റെ ചിത്രം വ്യക്തമായി വരച്ചു കാണിക്കുന്നു. നാം എല്ലാവരും ആത്മീയ യുദ്ധത്തിൽ ഏർപ്പെടുന്നവരാണെന്നും നമ്മുടെ വിശ്വാസത്തെ ഭിന്നിപ്പിക്കുവാനും തകർക്കുവാനും ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ നാം ജാഗരൂകരായിരിക്കണമെന്നും നമ്മെ യേശുനാഥൻ ഓർമ്മിപ്പിക്കുന്നു. 1 പത്രോസ് 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നു: നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ അവരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റി നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, സംരക്ഷിക്കുവാനുള്ള യേശുവിൻ്റെ പ്രാർത്ഥന നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രലോഭനങ്ങളെ ചെറുക്കുവാനും വിശ്വസ്തരായി തുടരുവാനും ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കേണ്ടത് ആവശ്യമാണ്. വചനഭാഗം അവസാനിക്കുന്നത് യേശുവിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയോടെയാണ്. വിശുദ്ധീകരണം വിശുദ്ധരാകാനുള്ള ഒരു പ്രക്രിയയാണ്. അതിനായി വചനത്തിലുള്ള രൂപാന്തരീകരണം നമുക്ക് ആവശ്യമാണ്. നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുകയും ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ പാലിക്കുക എന്നത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. വചനങ്ങൾ നമ്മെ ദൈവഹിതം തിരിച്ചറിയാൻ സഹായിക്കുകയും വിശ്വാസത്തിൽ ശക്തരായി ജീവിക്കാൻ ശക്തി നൽകുകയും ചെയ്യുന്നു. ദൈവവചനത്തിൻ്റെ സത്യത്തിൽ നാം മുഴങ്ങുമ്പോൾ നാം ക്രിസ്തുവിനെ പോലെയാകുകയും ലോകത്തിൽ നമ്മുടെ ദൗത്യം നിറവേറ്റാൻ കൂടുതൽ സഹായിക്കുകയും ചെയ്യുന്നു. വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ
സഭയ്ക്കുള്ളിൽ ഐക്യം വളർത്തുവാനും ആത്മീയ യുദ്ധത്തിൽ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ആശ്രയിക്കുവാനും നമ്മുടെ ദൗത്യത്തിൽ സജീവമായി ഏർപ്പെടുവാനും ദൈവവചനത്തിലൂടെ സത്യത്തിൻ്റെ വിശദീകരണം നേടുവാനും നമുക്ക് ദൈവം ശക്തി നൽകട്ടെ. എല്ലാവർക്കും ദൈവാനുഭവത്തിൻ്റെ ഒരു ദിനം നേരുന്നു.